PDF കാണാം. PDF കാണാമോ? ഓക്കെ. പറഞ്ഞോൾ. നമ്മൾ ഇന്നലെ എവിടെ വരെ പറഞ്ഞത്? പ്ലാൻ ആക്ടിവേഷൻ ഡിഫറെന്റ് ഏരിയാസ് വരെയാണോ? ആ, എവിടെ വരെ പറഞ്ഞു? 4th പോയിന്റ് വരെ. ഓക്കെ. റിസപ്ഷൻ ആൻഡ് ഡ്രെയിനേജ് ഏരിയ പറഞ്ഞല്ലേ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡീകണ്ടാമിനേഷൻ ഏരിയ അല്ലെ. ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയാസിൽ നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസുകള്, ചെറിയ ചികിത്സാ മേഖലകൾ അവിടെയൊക്കെ എന്താണ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുക. അക്യൂട്ട് കെയർ ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അക്യൂട്ട് കെയർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയുള്ള ഏരിയാസ് ആണ് അക്യൂട്ട് കെയർ ഏരിയ എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള സെന്റേഴ്സ് ആണ് അക്യൂട്ട് കെയർ ഏരിയാസ്. നമ്മൾ ഇന്റൻസീവ് ആയിട്ട് മോണിറ്ററിങ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് കേട്ടോ. ഇന്റൻസീവ് ആയിട്ട് നമ്മൾ മോണിറ്ററിങ് കൊടുക്കേണ്ട എമർജൻസി ഇന്റർവെൻഷൻസ് ഒക്കെ നടക്കുന്ന ഏരിയാസ് ആണ് അക്യൂട്ട് കെയർ ഏരിയ എന്ന് പറയുന്നത്. ഡെഫിനറ്റ് കെയർ ഏരിയാസ്. ഡെഫിനറ്റീവ് കെയർ ഏരിയാസ് ഏതൊക്കെയാ? OTs ആൻഡ് വാർഡ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സും വാർഡ്സ് കേട്ടോ. ഡെഫിനറ്റ് കെയർ ഏരിയാസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റേഴ്സും വാർഡ്സും ആണ്. Intensive treatment area and activation of high dependency units. Intensive treatment area and activation of high dependency units. എന്താണ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത്? HDU എന്നതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്, HDU. എന്താണ് HDU എന്ന് പറയുന്നത്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും കേട്ടോ. അതായത് ഹൈ ലെവൽ കെയർ കൊടുക്കേണ്ട ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനൊക്കെ നോക്കുന്ന ഏരിയാസ് ആണ് എന്താ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ്സിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ആണ് എന്താണ് പ്രൊവൈഡ് ഹൈ ലെവൽ കെയർ ടു ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ഓക്കെ, HDU എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണേ. മിനിറ്റ്.
നെക്സ്റ്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട പ്രധാന പ്ലേസ് ആണ് എന്ത്? മോർച്ചറി. എന്തിനാണ് നമ്മൾ ഈ മോർച്ചറിയിൽ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തത്? എന്തിനാണ് മോർച്ചറിയില്? ഇതിന്റെ ആവശ്യമുണ്ടോ? എന്തിനായിരിക്കും? ബാക്കി ഏരിയാസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഏരിയാസ്, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ മോർച്ചറിയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പറയേ. സംശയം തോന്നിയില്ലേ മോർച്ചറി പറഞ്ഞപ്പോ അവിടെ? ഒരുപാട് പേഷ്യൻസ് ആ സമയത്ത് മരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ ഡെഡ് ബോഡീസിനെ നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കേണ്ടതുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ആക്ടിവേഷൻ കൊടുക്കുമ്പോൾ മോർച്ചറിയും കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, then holding area for relatives or non-injured. പിന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് ഇവിടെ പറയുന്നത്? ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്, റിലേറ്റീവ്സിന് അല്ലെങ്കിൽ നോൺ ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന ഒരു ഏരിയാസിൽ നമ്മൾ ഈ പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഏരിയ ഫോർ ഹോൾഡിംഗ് മീഡിയ ബ്രീഫിംഗ്സ്, എന്താണ്? മാധ്യമ സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലില്, ആ ഒരു പ്ലേസിൽ എന്താണ് നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യും. The area for keeping patients in case a part of the hospital is evacuated. Area for keeping patients in case a part of the hospital is evacuated. ഇവിടെ ഏത് ഏരിയനെ കുറിച്ചാണ് പറയുന്നത്? ഇത് വായിച്ചു നോക്കിയ 11ാമത്തെ പോയിന്റ്. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒഴിപ്പിക്കേണ്ടി വന്നാല് അല്ലെ, ഇപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഭാഗം ഒഴിപ്പിക്കേണ്ടി വന്നാൽ നമ്മൾ എന്താണ് രോഗികളെ പാർപ്പിക്കാനായിട്ട് എന്തെങ്കിലും മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി പേഷ്യൻസിനെ പാർപ്പിക്കേണ്ട ഒരു പ്ലേസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു പ്ലേസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിപ്പോ നമ്മുടെ ഹോസ്പിറ്റൽ സെമിനാർ ഹാളുകൾ അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്ന പ്രദേശങ്ങൾ, അതിനുള്ള പ്ലേസസ് ഒക്കെ എന്താണ് നമ്മൾ ഇങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് പേഷ്യൻസിന് എന്താണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. ഓക്കെ, അതായത് ആശുപത്രിയുടെ ഒരു ഭാഗം ഒഴിപ്പിച്ചാല് ഒഴിപ്പിക്കേണ്ടി വന്നാൽ രോഗികളെ പാർപ്പിക്കാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. ആ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലാൻസുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്, ദീസ് ആർ ദ പ്ലാൻ ആക്ടിവേഷൻ ഫോർ ഡിഫറെന്റ് ഏരിയാസ്. ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ ഏരിയാസ് ആണ്? കമാൻഡ് സെന്റർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസ്, റിസപ്ഷൻ ആൻഡ് ട്രയേജ്, decontamination area, minor treatment area, acute care area, definitive care areas, then high dependency unit, mortuary, holding area for relatives or non-injured, area for holding media briefings, an area for keeping patients in case a part of the hospital is evacuated. ഇത്രയും ഏരിയാസിലാണ് നമ്മൾ ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഈ പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെ പ്ലേസസുകളാണെന്ന് ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റൽ ഈ ഒരു സാഹചര്യത്തില് ബെഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബെഡിന്റെ അവൈലബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇൻക്രീസ് ബെഡ് കപ്പാസിറ്റി ഇൻ ദ ടൈംസ് ഓഫ് എമർജൻസി സിറ്റുവേഷൻസ് നടക്കുന്ന സമയത്ത് ബെഡിന്റെ അവൈലബിലിറ്റി കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഡിസ്ചാർജ് ഇലക്ടീവ് കേസസ്. സെലക്ടീവ് ആയിട്ടുള്ള, അതായത് അധികം പ്രശ്നങ്ങളില്ലാത്ത കേസുകളാണെങ്കിൽ എന്താണ് അത്തരം കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഭയങ്കര എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ എന്താണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്. ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ്. ഇനി റിക്കവർ ചെയ്തിരിക്കുന്ന പേഷ്യൻസുകൾ ഉണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യണം?
ആ ഒരു സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബെഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. നോൺ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യരുത്, അഡ്മിറ്റ് ചെയ്യരുത്. ഓക്കെ, അതുവഴി നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, ബെഡിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ്. പിന്നെ എന്താണ്, ചേഞ്ച് വെയിറ്റിംഗ് ഓർ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക്ഷിഫ്റ്റ് വാർഡ്സ്. ചേഞ്ച് വെയിറ്റിംഗ് ഓർ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഇൻടു മേക്ക്ഷിഫ്റ്റ് വാർഡ്സ്. നമ്മുടെ വെയിറ്റിംഗ് റൂംസുകൾ അല്ലെങ്കിൽ നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മള് വാർഡുകളാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്, ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ട് ബെഡിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഓരോ വെയിറ്റിംഗ് റൂംസും നോൺ പേഷ്യന്റ് കെയർ ഒക്കെ വാർഡുകളായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതിലെന്താണ്, ആവശ്യത്തിലധികം നമുക്ക് പേഷ്യൻസിന് ബെഡ് അവൈലബിലിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then planning of public information and liaison. Planning of public information and liaison. എന്താ പറയുന്നത്, പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് ലൈസൻ എന്ന് പറയുന്നത് അതുവഴി നമുക്ക് എങ്ങനെ ബെഡ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ലൈസൺ ഓഫീസേഴ്സ് ആണ് അല്ലെങ്കിൽ പബ്ലിക് ഇൻഫോർമേഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സിന് എന്താണ്, ഏതൊക്കെ പേഷ്യൻസ് എവിടേക്ക് ഏതൊക്കെ സമയത്ത് ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്, അതിനനുസരിച്ച് എവിടെയൊക്കെ ബെഡ്സ് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ടൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും, ലൈസൺ ഓഫീസേഴ്സിന് സാധിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട്, ഇത്ര പേര് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് വ്യക്തമായിട്ട് അവരാണ് പ്ലാൻ ചെയ്തത് അല്ലെ. ആ പ്ലാൻ ചെയ്തതിന് പ്രകാരം എവിടെയൊക്കെയാണ് നമുക്ക് ബെഡ്സിന്റെ ബെഡ് അവൈലബിലിറ്റി ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാനായിട്ടും സാധിക്കും. അതുവഴി എന്താണ്, ബെഡിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. Then planning for security of hospital in emergency situation. Planning for security of hospitals in emergency situation. എന്താ പറയുന്നത്, നമ്മള് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം എന്തുകൂടി അറേഞ്ച് ചെയ്യേണ്ടത്, ബെഡ് കപ്പാസിറ്റി അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് ആശുപത്രിയുടെ സുരക്ഷയ്ക്കും കൂടി ആസൂത്രണം ചെയ്തിട്ടായിരിക്കണം നമ്മൾ എത്രത്തോളം ബെഡുകൾ അറേഞ്ച് ചെയ്യണം. ബെഡുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ സുരക്ഷിതത്വം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം, അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണം എന്ത്, ബെഡ് കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും എല്ലാ ഏരിയാസും നമുക്ക് ചിലപ്പോൾ ബെഡ്സ് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് പേഷ്യൻസിന്റെ സേഫ്റ്റി കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഹോസ്പിറ്റൽ സേഫ്റ്റീസും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പ്ലേസിൽ തന്നെ ആയിരിക്കും നമ്മളെ ബെഡ്സിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ തന്നെ ആയിരിക്കണം വരേണ്ടത്. അല്ലാതെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് എന്താണ് ബെഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. മെയിൻ ആയിട്ട് അവിടെ എന്ത് നോക്കണം, ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്, ബെഡ് കപ്പാസിറ്റി എമർജൻസി ടൈമിൽ കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. ഒന്ന്, എലക്ടീവ് കേസസുകളെല്ലാം ഡിസ്ചാർജ് ചെയ്യുക, സ്റ്റേബിൾ ആയിട്ട് റിക്കവർ ചെയ്ത് വരുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുക, നോൺ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യരുത്, അഡ്മിറ്റ് ചെയ്യരുത്. ഓക്കെ, പിന്നെ വെയിറ്റിംഗ് റൂംസുകൾ, നോൺ പേഷ്യന്റ് കെയർ ഏരിയാസ് ഒക്കെ നമ്മൾ എന്താക്കി മാറ്റണം, വാർഡുകളാക്കി മാറ്റുന്നതനുസരിച്ച് നമുക്ക് ബെഡിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് ലൈസൻസ്. നമ്മുടെ ഈ ലൈസൺ ഓഫീസേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ലൈസൺ പൊതുവിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ എത്രത്തോളം ഡിസ്ചാർജുകൾ വരുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ എവിടേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ബെഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ബെഡ് കപ്പാസിറ്റി ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിന് സുരക്ഷിതത്വം കൂടി അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം നമ്മളതെല്ലാം പ്ലാൻ ചെയ്യണം. ഓക്കെ, മനസ്സിലായതാ? ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു പ്ലാനിങ് ആണ്, എന്താ, ലോജിസ്റ്റിക് പ്ലാനിങ്. ലോജിസ്റ്റിക് പ്ലാനിങ് എന്താണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്? ലോജിസ്റ്റിക് നമ്മൾ മലയാളത്തിൽ അതിനെ വിന്യാസ ശാസ്ത്രം എന്ന് പറയും. എന്താണ് ലോജിസ്റ്റിക്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ലോജിസ്റ്റിക് പ്ലാനിങ് നടത്തുന്നത്?
ഇപ്പൊ നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? ഡിസാസ്റ്റർ ആണ് അല്ലെ? അതായത് സങ്കീർണമായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രക്രിയയാണ് അല്ലെ? ആണല്ലോ. അപ്പൊ എന്താണ് ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്? സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രക്രിയയോ ദൗത്യമോ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മള് പല രീതിയിലുള്ള സന്നാഹങ്ങളെ ഒരുക്കുന്ന ഒരു ശാഖയാണെന്ത്? ലോജിസ്റ്റിക് അഥവാ വിന്യാസ ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ദുരന്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രക്രിയയോ നടത്താനായിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ സന്നാഹങ്ങളും ആസൂത്രണങ്ങളും ചെയ്യുന്ന ഒരു ശാഖയാണെന്ത്? ലോജിസ്റ്റിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഈ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു വലിയൊരു എമർജൻസിനെ ഈ ഒരു കടമ്പ കടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പല രീതിയിൽ പല റിസോഴ്സസുകളും പല സ്റ്റാഫുകളും പല രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കത് ആ ഡിസാസ്റ്റർ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോജിസ്റ്റിക് പ്ലാനിങ് തയ്യാറാക്കുന്നത്. ഇപ്പൊ ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പല രീതിയിലുള്ള പ്ലാൻസ് തയ്യാറാക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? എന്താണ് ലോജിസ്റ്റിക് പ്ലാൻ എന്ന്? ഒന്നുകൂടി പറയണോ? സങ്കീർണമായ ഏതെങ്കിലും ഒരു പ്രക്രിയയോ ദൗത്യമോ നടപ്പിലാക്കാനായിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്ന ഒരു ശാഖയാണെന്ത്? ലോജിസ്റ്റിക് പ്ലാനിങ് അഥവാ വിന്യാസ ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ് ലോജിസ്റ്റിക് പ്ലാനിങ്ങിലെ? പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ്. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്ത് റിലേറ്റ് ചെയ്തുള്ള പ്ലാനിങ് ആണ് ഇവിടെ തയ്യാറാക്കേണ്ടത്? വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്തും പുറത്തുമുള്ള എല്ലാ തരം പ്ലാനിങ്സും ഈ ലോജിസ്റ്റിക് പ്ലാനിങ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്യുന്നു കേട്ടോ. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തത് എന്താണ് അറേഞ്ച് ചെയ്യുന്നത്? നമ്മള് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അല്ലെ? ഗതാഗത സൗകര്യങ്ങൾ ടു ആൻഡ് ഫ്രം സൈഡ് അതർ ഹോസ്പിറ്റൽസ്. എന്താണ്? എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിലൊക്കെ എല്ലാ തരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങളിലും പ്ലാൻ ചെയ്യുന്നതും എന്തിന്റെ ഭാഗമായിട്ടാണ്? ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, then stores planning. Stores planning എന്താണ് stores planning എന്ന് പറയുന്നത്? ഈ ഒരു സമയത്ത് എന്തൊക്കെ റിസോഴ്സസ് നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ? ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ എക്യുപ്മെന്റ്സുകള്, റിസോഴ്സസുകള്, മെഡിക്കൽ ഡിവൈസസുകള്, മെഡിക്കേഷൻസ്, മറ്റ് സപ്ലൈസുകൾ എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്? ലോജിസ്റ്റിക് പ്ലാനിങ്ങില് സ്റ്റോർ പ്ലാനിങ്ങിലാണ് അതൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഒന്നുകൂടി നോക്കി ഏതൊക്കെയാണ് ലോജിസ്റ്റിക് പ്ലാനിങ്ങിൽ വരുന്നത്? കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലും, then transportation to and from site to other hospital, then stores plan. ഓക്കെ, അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അടുത്തത് എന്താണ്? പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരം സ്റ്റാഫുകളെ വിലയിരുത്തണം അല്ലെങ്കിൽ അവരെങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ആണ് എന്താ? പേഴ്സണൽ പ്ലാനിങ്. ഇത് വരുന്നത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. മെഡിക്കൽ സ്റ്റാഫുകളും വരുന്നുണ്ട്, നോൺ മെഡിക്കലും വരുന്നുണ്ട്. മെഡിക്കലിൽ വരുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ പേഴ്സണൽസ് ആണ് മെഡിക്കലിൽ വരുന്നത്? മെഡിക്കലിൽ വരുന്നത് ഏതൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, സർജറി, കാർഡിയോളജി, പീഡിയാട്രിക്, ഇതൊക്കെ എന്താണ് മെഡിക്കൽ വിഭാഗങ്ങളിൽ വരുന്നതാണ് അല്ലെ? നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നോൺ മെഡിക്കല്? ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസസ്, അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? നോൺ മെഡിക്കലിൽ വരുന്നതാണ് അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് വരുന്നത് എന്താണ്? മെഡിക്കൽ സ്റ്റാഫുകളെ പറ്റി. അത് നമ്മൾ മെഡിക്കൽ സ്റ്റാഫുകൾ അറേഞ്ച് ചെയ്യണം. ഏതൊക്കെ സ്റ്റാഫുകളെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്? members of clinical staff, para and pre-clinical disciplines, and standby staff should be ready for services, control room and command center. Medical staff are members of clinical staff, para and pre-clinical disciplines, and standby staff should be
should be ready for the service in the control room and command center. Medical staff എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? ക്ലിനിക്കൽ സ്റ്റാഫിലെ മെമ്പറുകള്, പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറീസ്. എന്താണ് പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറീസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ വരുന്നത്? ലാബ് ടെക്നീഷ്യൻസ് വരുന്നുണ്ട്, പിന്നെ മെഡിക്കൽ ലാബ് സെക്രട്ടറീസ്, റിസർച്ച് അസിസ്റ്റൻസുകൾ എല്ലാം തന്നെ എന്താണ് ഈ പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരെല്ലാം തന്നെ എന്താണ് ഈ കമാൻഡ് സെന്ററിന്റെയും അല്ലെങ്കിൽ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം എപ്പോ വേണമെങ്കിലും എന്താണ് സർവീസസിന് റെഡി ആയിരിക്കും. ഓക്കെ, ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് അത്തരം സിറ്റുവേഷൻസിൽ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്ത് അവർ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ് ഉണ്ട്, പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ സ്റ്റാഫ് ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നഴ്സിംഗ് സ്റ്റാഫുകൾ. ഈ ഒരു സമയത്ത് മെഡിക്കൽ സ്റ്റാഫുകളെ പോലെ തന്നെ എന്താണ് നഴ്സിംഗ് സ്റ്റാഫുകൾ, എക്സ്ട്രാ സ്റ്റാഫുകൾ നമുക്ക് ആവശ്യമാണ് അല്ലെ? Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. Okay, ഇപ്പൊ നഴ്സിംഗ് സ്റ്റാഫുകളെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് അല്ലെ? ഇപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കയ്യിൽ എന്താണ് നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് കയ്യിലുണ്ടായിരിക്കും. ദെൻ ആവശ്യാനുസരണം എവിടെയൊക്കെയാണോ അധികം, പ്രത്യേകിച്ച് നോൺ ക്രിട്ടിക്കൽ ഏരിയാസിലൊക്കെ എവിടെയൊക്കെ നമ്മുടെ ആവശ്യമായിട്ട് അഡീഷണൽ നഴ്സസിന് ആവശ്യമാണ്. അപ്പൊ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റ് നോക്കിയിട്ട് ആരായിരിക്കും നിയമിക്കുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കുള്ളൂ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകൾ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നഴ്സിംഗ് സ്റ്റാഫ്സിനെ അറേഞ്ച് ചെയ്യുന്ന ആരാണെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്യണേ. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? അടുത്തത് ആൻസിലറി സ്റ്റാഫ്. ആൻസിലറി മെഡിക്കൽ സർവീസസ്. ആൻസിലറി മെഡിക്കൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മറ്റ് ഹോസ്പിറ്റൽ അനുബന്ധ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെയാണ്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. ഓക്കെ, അതേപോലെ തന്നെ ആൻഡ് ആൾസോ അതർ ഹോസ്പിറ്റൽ സർവീസ്. മറ്റ് ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർസ്, ഫാർമസി, കിച്ചൺ എക്സെട്ര ഷുഡ് ബി അവൈലബിൾ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് എല്ലാത്തരം ആൻസിലറി മെഡിക്കൽ സർവീസുകളും ഹോസ്പിറ്റൽ സർവീസുകളും ഈ ഒരു ഡിസാസ്റ്റർ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആൻസിലറി മെഡിക്കൽ സർവീസുകളുടെ പേരുകൾ ചോദിക്കാറുണ്ട് എക്സാമിന്. ഏതൊക്കെയാണ് ആൻസിലറി മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്നത്? റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ആൻഡ് ആൾസോ അതർ ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? എക്സാമ്പിൾസ്: housekeeping, sanitation, stores, pharmacy, kitchen, etc. should be available. Okay. മനസ്സിലായോ? നെക്സ്റ്റ്, ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കേണ്ട മറ്റൊരു വിഭാഗമാണെന്ത്? വോളണ്ടിയേഴ്സ് അല്ലെ? യെസ്. The role of which volunteers will assume during the time of disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. Okay, ഈ ഒരു സമയത്ത് നമുക്കറിയാം പേഷ്യൻസിന് ഓവർഫ്ലോസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മാത്രമല്ല മറ്റ് അധിക സ്റ്റാഫുകൾ ആവശ്യമാണ്. ഇപ്പൊ വോളണ്ടിയേഴ്സ്, അതായത് മറ്റു കാര്യങ്ങൾ എന്താണ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഗുലർ സീനിയർ സ്റ്റാഫിന്റെ സൂപ്പർവിഷനിലായിരിക്കുള്ളൂ വോളണ്ടിയേഴ്സിനെ നമ്മൾ അറിഞ്ഞെടുക്കുന്നത്. അവർക്ക് നല്ല രീതിയിൽ എന്താണ് അത് കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടാണ്
റെഗുലർ സീനിയർ സ്റ്റാഫ് വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻസിനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പ്രിപ്പറേഷൻസും വോളണ്ടിയേഴ്സിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും എക്സ്ട്രാ സ്റ്റാഫുകളെ കൂടാതെ തന്നെ എന്താണ് വോളണ്ടിയർ സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അടുത്തത് റിസർവ് സ്റ്റാഫുകൾ. Hospital must be identifying physician, nurses, and retired hospital workers who have changed careers to work outside of healthcare services or now work in areas other than direct patient care. Okay, reserve സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമുക്കറിയാം പല ഫിസീഷ്യൻസ് ഉണ്ടാവും, നഴ്സുമാരൊക്കെ. ഇപ്പൊ പ്രസന്റ്ലി ഹെൽത്ത് സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാരില്ല. അതായത് ചിലപ്പോ റിട്ടയർഡ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാർ, മറ്റ് ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഏരിയ എന്ന് പറയുമ്പോൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, മറ്റു ഫീൽഡുകളില് മീൻസ് ഹെൽത്ത് ഫീൽഡിൽ തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ടീം ഉണ്ടാവാം, പിന്നെന്താണ് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകള്, ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന സ്റ്റാഫുകള്, റിസർച്ച് പർപ്പസ് കൊടുക്കുന്ന സ്റ്റാഫുകള്, ഹെൽത്ത് പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാഫ്, ഹെൽത്ത് കെയർ കൺസൾട്ടൻസ്, അങ്ങനെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന പല മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് നിപ്പ സിനിമയൊക്കെ കണ്ട സമയത്ത് ആരോഗ്യ മേഖലയിലെ എല്ലാ സ്റ്റാഫുകളും കൂടി തീരുമാനം എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു നിപ്പ കൈകാര്യം ചെയ്യാനായിട്ട് ആ സിറ്റുവേഷൻ. അതായത് ഇപ്പോ റിട്ടയർഡ് ആയവരെ പോലും നമ്മൾ എന്താണ് ആ ഒരു സമയത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ അവരെ തിരിച്ചു വിളിക്കുകയാണ് അല്ലെ. അതായത് ഇപ്പൊ ഓഫ് ഡ്യൂട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എന്താണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ അവരെ തിരിച്ചു വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഹെൽത്ത് മേഖലയിൽ എല്ലാവരും തന്നെ എന്തിന് ഈ ഒരു ഭാഗം, ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ നമുക്ക് റിസർവ് സ്റ്റാഫുകളും ആ ഒരു സമയത്ത് ആവശ്യമാണ്. യെസ്, ഔട്ട്സൈഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് അവർ ആ ഒരു സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസാസ്റ്റർ സിറ്റുവേഷൻസിലേക്ക് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് റിസർവ് സ്റ്റാഫുകളെ കൂടി നമ്മൾ ലോജിസ്റ്റിക്കിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്. അവിടെ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ അവിടെ ഇവിടെ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്? നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണമെങ്കിലും പോലും എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് നല്ല രീതിയിൽ ആവശ്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരണം? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് പ്ലാൻ ചെയ്യണം അല്ലെ. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് വെറുതെ ഒന്ന് പോയിന്റ് ചെയ്ത് പോയാൽ മതി. അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്, allocation of emergency funds, ബഡ്ജറ്റ് അലോക്കേഷൻ. ഒരു വ്യക്തമായ ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഒരു സമയത്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ രീതിയിൽ പൈസകൾ ആവശ്യമാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ ബഡ്ജറ്റ് കൂടി നമ്മൾ അവിടെ തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്, ബഡ്ജറ്റ് അലോക്കേഷൻ എഴുതാം. Then ഇൻഷുറൻസ് കവറേജ്. ഇത്തരം കേസുകൾ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ചില കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസിലാണ് അത് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇൻഷുറൻസ് കവറേജ് എന്ന് എഴുതിയാൽ മതി, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിട്ട് കേട്ടോ. ഏതൊക്കെയാ പറഞ്ഞത്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് പറഞ്ഞു, ബഡ്ജറ്റ് അലോക്കേഷൻ പറഞ്ഞു, ഇൻഷുറൻസ് കവറേജ്. അത് 3 പോയിന്റ് എഴുതിയിരുന്നോ? ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കും അല്ലെ. ഗവൺമെന്റ് ഗ്രാന്റിംഗ് ഒക്കെ ലഭിക്കില്ല ഈ ഒരു സാഹചര്യത്തില്. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു അവസരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ. ഗവൺമെന്റിന്റെ സഹായങ്ങൾ ലഭിക്കാറില്ല ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്. യെസ്, ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് ആൻഡ് ഗ്രാന്റ്സ് എന്നും കൂടി എഴുതിക്കോട്ടോ. ഗവൺമെന്റ് ഫണ്ടഡ് ആൻഡ് ഗ്രാന്റ്സ്. അതിന്റെ ഫണ്ട് ഗ്രാന്റുകളൊക്കെ ഈ ഒരു സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്.
ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫിനാൻഷ്യൽ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഈ ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബേർഡൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഫണ്ടുകളും ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് നമുക്ക് റിസ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചത് എന്താണ്? ലോജിസ്റ്റിക് പ്ലാനിങ് ആണ് അല്ലെ? ഈ ഒരു ഡിസാസ്റ്റർ ദൗത്യം നമ്മൾ ഈ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന വലിയ വലിയ സന്നാഹങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഒന്ന്, പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റലിനകത്തും പുറത്തുമുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്നു. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. സ്റ്റോർസ്, ഏതൊക്കെ എക്യുപ്മെന്റ്സും മെഡിക്കേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യണം, ഇതൊക്കെ സപ്ലൈസസ് ഒക്കെ ആവശ്യമാണ്, ഇതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് അറേഞ്ച് ചെയ്യുന്നു. ദെൻ പേഴ്സണൽ പ്ലാനിങ്, ഏതൊക്കെ സ്റ്റാഫുകൾ എവിടെയൊക്കെ അറേഞ്ച് ചെയ്യണം, പ്രത്യേകിച്ച് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകളെ എങ്ങനെ അറേഞ്ച് ചെയ്യണം. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്റ്റാഫുകൾ, പാരാക്ലിനിക്കൽ സ്റ്റാഫുകൾ എപ്പോഴും ഈ ഒരു സിറ്റുവേഷൻസ്, പ്രത്യേകിച്ച് കമാൻഡ് സെന്ററിന് നിർദ്ദേശം പ്രകാരം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, സർവീസസിന് അവർ റെഡി ആയിരിക്കണം. നഴ്സിംഗ് സ്റ്റാഫിന് അറേഞ്ച് ചെയ്യുന്നത് ആരായിരിക്കും? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ക്രിട്ടിക്കൽ ഏരിയ, നോൺ ക്രിട്ടിക്കൽ ഏരിയാസിലൊക്കെ തന്നെ എന്താണ് നഴ്സിംഗ് സ്റ്റാഫുകൾ ആവശ്യമെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത ലിസ്റ്റ് പ്രകാരം കൊടുക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് അറേഞ്ച് ചെയ്യുന്നു. ദെൻ ആൻസിലറി സ്റ്റാഫുകൾ, ഹോസ്പിറ്റൽ ആൻസിലറി മെഡിക്കൽ സർവീസസുകളായ റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് മുതലായ സർവീസസിലെ സ്റ്റാഫുകൾ, ഇതെല്ലാം തന്നെ എന്താണ് ആ ഒരു സിറ്റുവേഷൻസിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ വോളണ്ടിയേഴ്സ്, റെഗുലർ സീനിയർ സ്റ്റാഫ് ആയിരിക്കും വോളണ്ടിയേഴ്സിനെ പ്രിപ്പയർഡ് ചെയ്ത് റെഡി ആയിരിക്കുന്നത്. പിന്നെ എന്താണ് റിസർവ് സ്റ്റാഫുകൾ, ഹോസ്പിറ്റലില് മറ്റ് റിട്ടയർഡ് റിട്ടയർഡ് ചെയ്ത വ്യക്തികളായിരിക്കും ഹോസ്പിറ്റൽസിൽ മറ്റ് ഹെൽത്ത് കെയർ, ഔട്ട്സൈഡ് ഹെൽത്ത് കെയർ സർവീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ആ ഒരു സമയത്ത് എന്താണ് ഈ ഒരു ഏരിയാസിലേക്ക് അവരെ നമ്മൾ അറേഞ്ച് ചെയ്യും. ദെൻ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഡിസാസ്റ്റർ പ്ലാനിങ്ങിന് മൊത്തം കൈകാര്യം നടത്തുന്നത്, പ്രത്യേകിച്ച് തരപരമായിട്ടുള്ള ആ ഒരു ആസൂത്രണം നടത്തുന്നതിന് നല്ല രീതിയിൽ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ കൂടി അറേഞ്ച് ചെയ്യുന്നു. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്, ബഡ്ജറ്റ് അലോക്കേഷൻ, ഇൻഷുറൻസ് കവറേജസുകൾ, പിന്നെന്താണ് ഗവൺമെന്റ് ഫണ്ട്സ് ആണ് ഗ്രാന്റിങ്. ഇതൊക്കെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു റിസ്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് ധനപരമായിട്ടുള്ള ഈ ഒരു ആസൂത്രണം കൈകാര്യം ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായ ലോജിസ്റ്റിക് പ്ലാനിങ്? ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാമോ അത് എടുത്ത കാര്യങ്ങള്? ലോജിസ്റ്റിക് പ്ലാനിങ് കഴിയുമ്പോ പറയണേ. ഓക്കെ അല്ലേ? നിങ്ങൾക്കൊക്കെ മഞ്ഞുകാലായപ്പോ വയ്യാട്ടായിട്ടുണ്ടല്ലോ അവർക്കും. കോളൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ?
പനിയാണോ ആദ്യത്തേക്ക്? ഒരു ഭയങ്കര തണുപ്പാണ് ഈ ഒരു സമയത്ത്. ഞങ്ങൾക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് തൊണ്ടയ്ക്ക് ഒരു റെസ്റ്റ് ഇല്ല, ചുമയുണ്ട്, എല്ലാം ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഒന്ന് പീരീഡ്സും കൂടി ആയി കഴിഞ്ഞാൽ അറിയാലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മളുടെ ശുഭം ഡിസാസ്റ്റർ പ്രീ ഡിസാസ്റ്റർ ഫേസ് കംപ്ലീറ്റഡ് ആണ് കേട്ടോ. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കംപ്ലീറ്റ് പ്ലാനിങ് ആണ് അല്ലെ? എല്ലാം ആസൂത്രണം ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ പഠിച്ചു പ്രീ ഡിസാസ്റ്റർ ഫേസിൽ? ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറന്നു പോകും. ലോജിസ്റ്റിക് പ്ലാനിങ് പഠിച്ചു. ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. എങ്ങനെയാണ് ജോബ് കാർഡ്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, HISും ICS എന്താണെന്ന് പഠിച്ചു വെച്ചാൽ സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ചസ് ആണ്. പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു റെസ്പോൺസ് പ്ലാൻ ആണ് ICS എന്ന് പറയുന്നത്. ഇതിലൊരു കമ്മ്യൂണിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അല്ലെ? പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ എന്താണ്, നമ്മള് ഓരോ വർക്കേഴ്സിനും ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ്, അതായത് പല പേഷ്യൻസ് വരുന്ന സമയത്ത് അവരൊക്കെ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് പ്രിപ്പയർഡ് ആവാനുള്ള തരത്തിലുള്ള ട്രെയിനിങ്സ് കൊടുത്തു. വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തു, ഒരു ഡിസാസ്റ്റർ മാനുവൽ തയ്യാറാക്കി വേണ്ട രീതിയിൽ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പഠിച്ച കാര്യങ്ങള് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന എന്താണ്? ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ? ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഘട്ടമാണ് എന്താ? ഡിസാസ്റ്റർ ഫേസ്, ദുരന്തം ഉണ്ടാകുന്ന ഘട്ടം. ഡിസാസ്റ്റർ ആക്ടിവേഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ് അല്ലെ? അതായത് പേഷ്യൻസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആക്ടിവേറ്റഡ് ആക്കുന്നത്. അത് ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ആ കോഡുകളൊക്കെ പഠിക്കുമ്പോൾ തിരിച്ചറിയുള്ളൂ കേട്ടോ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ അലർട്ട് alter the mobilization phase. Plan for alerting the disaster committee, staff, other facilities via phone, staging and mobilizing resources to suitable activated areas. Okay. അപ്പൊ നമ്മൾ ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പോകണം അല്ലെ? ആ സമയത്ത് നമ്മൾ അലർട്ടേഷൻ കൊടുക്കണം. എവിടേക്കാണ് നമ്മൾ ഈ പ്ലാൻ അലർട്ട് ചെയ്യേണ്ടത്? നമ്മൾ എവിടെയൊക്കെ ഏരിയാസിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം. ഒന്ന് ഡിസാസ്റ്റർ കമ്മിറ്റീസ്, അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ, അതർ ഫെസിലിറ്റീസ്, ഫോൺ പേജിംഗ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? ഏതൊക്കെ ആക്ടിവിറ്റിയുടെ ഏരിയാസ് ആണ്? അവിടെ എല്ലാം തന്നെ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യണം. ഡിസാസ്റ്റർ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കുള്ളൂ. നമ്മൾ പഠിച്ചില്ലേ? ഇൻസിഡന്റ് കമാൻഡർ ആണ് ഈ ഡിസാസ്റ്റർ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? മാനേജ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഇൻസിഡന്റ് കമാൻഡർ ആണ് ഇൻസിഡന്റ് കമാൻഡർ who must be free to command and coordinate the overall disaster response, must be appointed by hospital administration. Okay, ഇൻസിഡന്റ് കമാൻഡറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹമാണ് കമാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓവർ ഡിസാസ്റ്റേഴ്സ് കംപ്ലീറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ്. മാത്രമല്ല ഹോസ്പിറ്റൽ ഇദ്ദേഹത്തിന്റെ കമാൻഡ് പ്രകാരം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഓരോ സ്റ്റാഫുകൾ എവിടേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അവരാണ് അതിന്റെ അപ്രൂവൽ കൊടുക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ് ഉണ്ടോ? അതായത് ഇൻസിഡന്റ് കമാൻഡർ പറയുന്നതിനനുസരിച്ചിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ എമർജൻസി മെഡിക്കൽ സർവീസസിലേക്ക് മാറണം. അപ്പൊ നമ്മൾ പറയില്ലേ പീഡിയാട്രിക് സ്റ്റാഫ്, പീഡിയാട്രിക്കിലുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കാർഡിയോളജിയിലുള്ള ഡോക്ടേഴ്സ് എത്രയും പെട്ടെന്ന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്ന് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കൂലേ? ഓക്കെ, അതൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് ആണ്. അവരെ ഓരോ പ്ലേസസിലും നമ്മളെ ഫേസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ,
മനസ്സിലായോ? മനസ്സിലായില്ലേ? ആ, ബാക്കിയുള്ളവര് കാര്യം മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞെന്താണ്? പിന്നെ പറയല്ലേ? ഇപ്പൊ പറഞ്ഞ എന്താണ്? ഇൻസിഡന്റ് കമാൻഡറിന്റെ ഡ്യൂട്ടി എന്താണ് ഇപ്പൊ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്? പറയേ. എന്താ പറയാത്തെ? സ്റ്റാഫിനെ പോയിന്റ് ചെയ്യല്ലേ, കോർഡിനേറ്റ് ചെയ്യല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇൻസിഡന്റ് കമാൻഡർ ആണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അവിടെ വരെ പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ, ഇതിന് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഓരോ സ്റ്റാഫുകൾ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന് എക്സാമ്പിൾ എന്താണ് നമ്മൾ പറഞ്ഞത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഫിസിഷ്യൻ എങ്ങോട്ടേക്ക് മാറ്റുന്നത് നമ്മള്? എമർജൻസി മെഡിക്കൽ സർവീസസിലേക്ക് കേട്ടോ. അതേപോലെ പല സർവീസിൽ നിൽക്കുന്ന, പല ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നവർ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആണ് കേട്ടോ. ഏത് സിറ്റുവേഷനിലാണ്? ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ the purpose of the incident staff comprised of command and general staff is to providing the hospital IC with enough manpower to meet all his or her responsibilities in conducting the disaster relief operation. നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകളില്ലേ, നമ്മൾ നേരത്തെ പഠിച്ച ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആരൊക്കെയെന്ന് അറിയാലോ? ഇൻസിഡന്റ് സ്റ്റാഫുകള്, ഇൻസിഡന്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ, സേഫ്റ്റി ലൈസൻസ്, പ്ലാനിംഗ് ചീഫ്, ഓപ്പറേഷൻ ചീഫ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ഇൻസിഡന്റ് സ്റ്റാഫുകള്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവേഴ്സിനെ, അതായത് ആവശ്യമായിട്ടുള്ളത് ഈ ഓരോ ഭാഗങ്ങളിലേക്കും എന്താണ് ആവശ്യമായി റിലീഫ്, ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ഇൻസിഡന്റ് സ്റ്റാഫുകൾക്ക് ആവശ്യത്തിലധികം സ്റ്റാഫുകൾ അല്ലെങ്കിൽ മാൻ പവറിനെ നമ്മള് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? ഹോസ്പിറ്റലിൽ തന്നെ ഇൻസിഡന്റ് സ്റ്റാഫിന്, അതായത് നമ്മളുടെ പബ്ലിക് ലോജിസ്റ്റിക് ചീഫിന്, അല്ലെങ്കിൽ പിന്നെന്താണ് നമ്മൾ പഠിച്ചത്, പേര് പറഞ്ഞു, ഫിനാൻസ് ഓഫീസർ, ലോജിസ്റ്റിക് ഓഫീസർ, പ്ലാനിംഗ് ചീഫ്, ഇവർക്ക് എല്ലാവർക്കും തന്നെ എന്താണ് ആവശ്യത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിലധികം തന്നെ എന്താണ് സ്റ്റാഫുകളെ, നമ്മൾ ഇൻസിഡന്റ് സ്റ്റാഫുകൾക്ക് ആവശ്യത്തിലധികം ജീവനക്കാരെ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, യെസ്. അതായത് ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അവരുടെ കൂടെ അധികം സ്റ്റാഫുകൾ കൂടി ആവശ്യമാണ് കേട്ടോ, അവരെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി. A staff comprises 7 position most apt for a medium sized disaster. Okay, അതായത് ഇപ്പൊ ഒരു മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ, ഒരു മിതമായ രീതിയിലുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ എന്നിരുന്നാൽ പോലും നമുക്കൊരു 7 പൊസിഷനിലുള്ള മാൻ പവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 7 പൊസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പ്ലാനിംഗ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ആ പൊസിഷൻസ് ആണ്. അതായത് ഒരു മീഡിയം സൈസ് ഡിസാസ്റ്റർ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഈ 7 പൊസിഷൻസിലുള്ള ആൾക്കാർ അവൈലബിൾ ആയിരിക്കണം. അതിൽ ആവശ്യത്തിലധികം മാൻ പവേഴ്സ് ആവശ്യമാണ് കേട്ടോ. അപ്പൊ ആ 7 പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അതായത് ഒരു ഇടത്തരം ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അനുയോജ്യമായിട്ടുള്ള 7 സ്ഥാനങ്ങൾ ആവശ്യമാണെന്നാണ് പറയുന്നത്. 7 പൊസിഷൻസ് ആവശ്യമാണ്. ഏതൊക്കെ പൊസിഷൻസ് ആണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാട്ടോ? പ്ലാനിംഗ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൻസ്. മനസ്സിലായോ പറഞ്ഞത്?
ഇൻസിഡന്റ് സ്റ്റാഫിന്റെ 7 പൊസിഷൻസ് ആണിത് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ഇവരൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തതാണ്, പ്ലാൻ ചെയ്തത്. ഇവിടെ എന്താണ്, അത് എന്താണ്, അവരുടെ ഓപ്പറേഷൻസ് അവരവരുടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെ. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ ഫേസിൽ സംഭവിക്കുന്നത്. മറ്റവിടെ എന്താണ്, നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. ഇവിടെ എന്താണ്, ഓപ്പറേഷൻസ് ഓൾറെഡി റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് എന്താ ഡിസാസ്റ്റർ ഫേസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഡിസാസ്റ്റർ ആരംഭിച്ചു എന്ന് വിചാരിക്കുക കേട്ടോ. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്ക് ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ. ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ പ്രധാന ആക്ടിവിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എന്താണ്, ഒന്ന് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കുള്ളൂ ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഡിസാസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നത്, നമ്മൾ അനൗൺസ് ചെയ്താണ് പറയുന്നത്. അത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. ചിലപ്പോ ഒരു ഡോക്ടർ മേജർ എന്ന കോഡാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഡോക്ടർ മേജർ എന്നൊരു കോഡിലായിരിക്കും ഇത് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അത് ഒന്നില്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, ഒന്നെങ്കിൽ സിഇഒ ആവാം, ചീഫ് എക്സിക്യൂട്ടീവ് ആവാം, ഓഫീസർ ആവാം, മെഡിക്കൽ ഡയറക്ടർ ആവാം, നഴ്സിംഗ് ഡയറക്ടർ ആവാം, സീനിയർ ഫിസിഷ്യൻസ് ആവാം. ഇതിൽ ആരെങ്കിലും ആയിരിക്കും ഇവിടെ എന്താ ഇത് ഡോക്ടർ മേജർ എന്നത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഡിസാസ്റ്റർ പ്ലാൻ പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഇൻഫോംഡ്. അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും സീനിയർ ഫിസിഷ്യൻസോ ഈ ഇത് ഡിക്ലെയർ ചെയ്യുന്നതിന് ശേഷം എന്താണ് പോലീസിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇൻഫോം ചെയ്യും. ഇനി ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ആണ് ഡോക്ടർ മേജർ എന്ന ഈ കോഡ്, ഈ ഡിസാസ്റ്റർ കോഡ് 3 times every 30 seconds for പീരീഡ് ഓഫ് 3 minutes ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ടെലിഫോൺ ഓപ്പറേറ്റർ ഡ്യൂട്ടി എന്താണ്, ഈ ഡോക്ടർ മേജർ എന്ന കോഡ് 3 times അല്ലെ 3 പ്രാവശ്യം 30 seconds എവറി ഫോർ പീരീഡ് ഓഫ് 3 minutes എന്താണ് ഇതിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയി എന്നുള്ള ഒരു കോഡാണ് എന്താ ഡോക്ടർ മേജർ. ഓക്കെ, യെസ്, മനസ്സിലായോ അവിടെ വരെ പറഞ്ഞത്? ഡിസാസ്റ്റർ ആരംഭിക്കുന്ന സമയത്ത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ അവർ തന്നെ ആയിരിക്കും പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇൻഫോം ചെയ്യുന്നത്. ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡോക്ടർ മേജർ എന്ന കോഡ് പിന്നീട് എന്ത് ചെയ്യും, അദ്ദേഹം 3 times ഇങ്ങനെ 3 minutesനിടയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലിയർ? അവിടെ വരെ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ കാണാട്ടോ, എന്നാലേ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ് അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഡിക്ലറേഷൻ അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നതൊക്കെ ഒന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കത് ഇമാജിൻ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി physicians and other staff who are off duty are recalled. Physicians and other staff who are off duty are recalled. ഫിസിഷ്യൻസ് മറ്റ് സ്റ്റാഫുകളൊക്കെ ഓഫ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കില്ല, അവരൊക്കെ തന്നെ എന്താണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നു, തിരിച്ചു വിളിക്കുന്ന ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ റീകോൾ ചെയ്യുന്നു. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന നമ്മൾ ആ ഡിസാസ്റ്റർ പ്രൊസീജിയേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൻ ഫോർ മാനിങ് important areas to medical staff and house officer by a designated staff. Return instruction. Return instructions ആരാണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസിൽ ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് ആയിരിക്കുള്ളൂ. ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റാഫ് ആയിരിക്കുള്ളത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് ആരാണ്, special instructions are given to disaster chief. ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. എവിടേക്കാണ് കൊടുക്കുന്നത്, ചീഫ് ഓഫ് എമർജൻസി റൂം, ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയ, റിലേറ്റീവ്സ് വെയിറ്റിംഗ് റൂം, അഡ്മിറ്റിംഗ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് ആൻഡ് CSST. ഓക്കെ, ഇവിടെയൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്, ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കുള്ളൂ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ഏരിയാസിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് ആയിരിക്കും അല്ലെ. ഓക്കെ, പിന്നെ ചീഫ്സ് ആർ ടു കീ ഏരിയാസ്. ചീഫുകളെയൊക്കെ നമ്മള് കീ ഏരിയാസ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്കായിരിക്കും നമ്മൾ ചീഫുകളെ നിയോഗിക്കുന്നത്. സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക്. ഓക്കെ,
സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് പേഴ്സൺസ് ആയിരിക്കുമല്ലോ ട്രാഫിക്സ് പേഷ്യൻ ട്രാഫിക്സുകൾ കൺട്രോൾ ചെയ്യുന്നത്. ട്രയേജ് ഈസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ്. ട്രയേജ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത് എവിടെയാണ്? ആംബുലൻസ് എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ ട്രയേജ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഈ ഒരു ഡിസാസ്റ്റർ സ്ട്രൈക്ക് മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ലാസ്റ്റ് ഭാഗം ഒന്നുകൂടിയാ, ലാസ്റ്റ് ഭാഗമാണോ ചോദിക്കുന്നത്? ജസ്റ്റ് ഒന്നും കൂടി പറയാട്ടോ, ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഈ ഡിസാസ്റ്റർ ആരംഭിക്കുന്ന സമയത്ത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും ഡോക്ടർ മേജർ എന്ന കോഡ് ഇനീഷ്യേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ അത് ആരൊക്കെ വരാൻ മെഡിക്കൽ ഡയറക്ടർ ആര് വേണമെങ്കിൽ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ദെൻ ഇവർ തന്നെ ആയിരിക്കും പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇൻഫോം ചെയ്യുന്നത്. ദെൻ ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് എന്ത് അനൗൺസ് ചെയ്യുന്നത്? ഡോക്ടർ മേജർ എന്ന കോഡ് 3 times അനൗൺസ് ചെയ്യുന്നത്. ഇനി ഓഫ് ഡ്യൂട്ടിയിലുള്ള എല്ലാ സ്റ്റാഫുകളെയും നമുക്ക് ഈ ഒരു സമയത്തേക്ക് തിരിച്ചു വിളിക്കുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ ആ ഒരു നോർമൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയറുകൾ ആരംഭിക്കുന്നു. ഇനി നമ്മള് പ്രധാന ഇമ്പോർട്ടന്റ് ഏരിയാസിൽ കുറച്ച് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. അത് ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്സ് ആയിരിക്കുമല്ലോ ആ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് കൊടുക്കുന്നത് ആരാണ്? ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കുള്ളൂ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. നമ്മുടെ എമർജൻസി വെയിറ്റിംഗ് റൂം മുതൽ അല്ലെങ്കിൽ CSST വരെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ചീഫുകള് കീ ഏരിയാസിലേക്കായിരിക്കും നമ്മൾ നിയമിക്കുന്നത്. പ്രധാനപ്പെട്ട ഏരിയാസിലേക്കാണ് നമ്മൾ കീ ചീഫുകളെ നിയമിക്കുന്നത്. ഇനി നമ്മുടെ ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി സപ്പോർട്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സെക്യൂരിറ്റി സ്റ്റാഫുകളായിരിക്കുള്ളൂ. ഈ ഒരു സമയത്താണ് എന്ത് ട്രയേജ് നമ്മൾ ആംബുലൻസ് എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ഒരു സമയത്ത് നമ്മൾ ന്യൂസിലേക്ക് കാണുമ്പോൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ആംബുലൻസിന്റെ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ പെട്ടെന്ന് തന്നെ ആ ട്രയേജ് പ്രോസസ് ആണ് ആദ്യം ആരംഭിക്കുന്നത്. ഓക്കെ, ട്രയേജ് എപ്പോഴും ആംബുലൻസ് എൻട്രൻസിന്റെ അടുത്ത് തന്നെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയം വരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ആ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നമ്മളിനി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ നമുക്ക് കാണാം അല്ലേ? Okay, thank you. Thank you. Happy Christmas.